മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് എത്തുമ്പോഴും കേരളത്തില് ഗാസയുടെ മനുഷ്യത്വം പറഞ്ഞ് ഇപ്പോഴും രംഗത്ത് ഇറങ്ങുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ തന്നെ പോവാം. അതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ ഹമാസോളികളുടെ ഒരു പ്രത്യേകതരം പ്രോഗ്രാം ഇല്ലായിരുന്നോ? വലിയ ബഹിഷ്കരണം നടത്തുന്ന ഇസ്രായേലി പ്രൊഡക്റ്റുകൾക്കെതിരെ, ഇസ്രായേലി കമ്പനികൾക്കെതിരെ, ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കുന്ന ഏതൊരു കമ്പനിക്കെതിരെയും വലിയ ബഹിഷ്കരണ ആഹ്വാനം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള ടാറ്റയ്ക്കെതിരെ, സുഡിയോക്കെതിരെ 1000 രൂപയിലും കുറവ് വളരെ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് സാധാരണക്കാരിലേക്ക് എത്തുന്നൊരു സ്ഥാപനത്തിനെതിരെ വരെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരുന്നു. അതൊക്കെ പൊട്ടി പാളീസായതും നമ്മൾ കണ്ടു. ഇത്തരം ബഹിഷ്കരണങ്ങളെയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ പുച്ഛിച്ച് തള്ളുകയാണ് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആമസോൺ കമ്പനിയെ കുറിച്ച് അറിയില്ലേ? നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന, നമ്മുടെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ നാടുകളിലെ വീടുകളിലേക്ക് നേരിട്ടെത്തുന്ന ആമസോൺ എന്ന അന്താരാഷ്ട്ര കമ്പനി ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചതിന് ആമസോണിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള അഹമ്മദ് ഷെഹ്റോറിനെ പുറത്താക്കിയിരിക്കുന്നു. ഇസ്രായേൽ സർക്കാരും ആമസോൺ കമ്പനിയുമായിട്ട് ഒരു കരാറിലെത്തിയതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആമസോണിന്റെ ആസ്ഥാനത്ത് ഹെഡ് ഓഫീസിലാണ് ഈ അഹമ്മദ് ഷെഹ്റോർ വലിയ പ്രതിഷേധം നടത്തിയത്. ആദ്യം സസ്പെൻഡ് ചെയ്തു, തൊട്ടു പിന്നാലെ പിരിച്ചുവിട്ടിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു. ആമസോണി എന്നല്ല, ലോകത്തെ നിലവാരമുള്ള കമ്പനികളൊക്കെ തന്നെ ഹമാസോളികളെയൊക്കെ ചവിട്ടി പുറത്താക്കുന്നതാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹമാസോളികൾക്കൊക്കെ ലോകത്ത് അന്താരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ പുച്ഛിച്ച് തള്ളുകയാണ്. ഒരു വിലയും കൊടുക്കുന്നില്ല, പുച്ഛിച്ച് തള്ളുക. ഇവിടെ ഉള്ള കേരളത്തിലെ ഹമാസോളികൾ കരുതുന്നത് അവരുടെ ബഹിഷ്കരണമൊക്കെ കാരണം സകലതും നഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന ലേറ്റസ്റ്റ് ആയിട്ട് പോലും ആമസോൺ ഉൾപ്പെടെ എടുത്ത് ദൂരേക്ക് കളയുക. സകല ഹമാസോളികളെയും നിങ്ങളുടെ ബഹിഷ്കരണം കൊണ്ടൊന്നും ഒരു ചുക്കും നടക്കുന്നില്ല. അത് നമ്മുടെ കേരളത്തിലെ സകല ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുന്നതുമാണ്. സുഡിയോക്ക് വലിയ ലാഭത്തിലേക്കാണ് മുൻപത്തേക്കാൾ മുന്നോട്ട് പോകുന്നത്. കാരണം സുഡിയോക്കൊക്കെ വലിയ പരസ്യം പോലും കിട്ടിക്കഴിഞ്ഞ് അവർ ഇന്നേ വരെ പരസ്യം ചെയ്യാതെ മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. സുഡിയോയിൽ 1000 രൂപയിൽ മാത്രമാണ്, അതിൽ കൂടുതലുള്ള ഒരു ഡ്രസ്സും അവിടെ ഉണ്ടാവില്ല, അതും വളരെ ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ സാധാരണക്കാരൊക്കെ തിരിച്ചറിഞ്ഞത് പോലും ഇവരുടെ ബഹിഷ്കരണ ആഹ്വാനം കാരണമാണ്. ഇവരുടെ ബഹിഷ്കരണത്തിനൊക്കെ ഒരു വിലയുമില്ല എന്നുള്ളത് അവര് തന്നെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. മറ്റൊന്നുണ്ട്, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നു. എന്നിട്ടും കേരളത്തില് വേടൻ ഉൾപ്പെടെ രംഗത്തെത്തി ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്റ്റേജിലെത്തിയാൽ പച്ചത്തെറിയെ വിളിക്കൂ, പുതുതലമുറക്ക് തെറി വിളിച്ച് നടക്കുകയാണ്. പുതുതലമുറയെ തെറി വിളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒപ്പം ഇരുന്നു കൊണ്ട് വേടനൊക്കെ വലിയ രീതിയിൽ ഗാസക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, തെറി വിളിക്കുന്നതാണ് യോഗ്യത? അല്ലെങ്കിൽ ഒരുപാട് പോലീസ് കേസ് ഉള്ളതാണോ യോഗ്യത? ഈ ഹമാസോളികൾ ഇവരെയൊക്കെ പൊക്കിപ്പിടിക്കുന്നത് എന്താ? ഇവരാര് താങ്ങിയാലും, അവരെന്ത് തെറി വിളിച്ചാലും, എന്ത് നെറുകേട് ചെയ്താലും ഹമാസോളികൾ അവരെയും പൊക്കിപ്പിടിച്ച് നടക്കൂ. അല്ല, ഒരു പാരന്റ്സ്, ഏതെങ്കിലും പാരന്റ്സ് ബുദ്ധിയും ബോധവുമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം വേടനൊക്കെ എന്തിനാണ് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്? തെറി വിളിച്ച് മക്കളെ പഠിപ്പിക്കാനോ? എന്നിട്ട് വേടനൊക്കെ രംഗത്തെത്തിയ ഏത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലെത്തി. എന്നിട്ട് ഇപ്പോഴും ഇസ്രായേലിന്റെ അധിനിവേശോ എന്നാണ് ഉളുപ്പില്ലാതെ വേടനൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടനെയും പൊക്കിപ്പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി സകല ഗുലാബി ആളുകളും വേടനും കൂടി ഇപ്പോ ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കുക. നമ്മുടെ പഹൽഗാമില് 26 പേര് കൊല്ലപ്പെട്ട സമയത്ത് വേടൻ എന്ന ഒരക്ഷരം വേണ്ടിയില്ല. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഒരക്ഷരം വേണ്ടിയില്ല. എന്നിട്ട് ഇവരാണ് ഇസ്രായേലിനെതിരെ കേരളത്തിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നത്. എന്തിന്? പച്ചവർഗീയത, നമ്മുടെ കേരള പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനല്ലേ? ഇത്തരം സകല ഹമാസോളികളോടും ഇത്തരം സകല പച്ചവർഗീയവാദികളോടും പറയാനുള്ളത്, ഇസ്രായേൽ അവിടെ നിന്ന് പടിപടിയായിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. ഗാസയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഗാസയിൽ നിരവധി ആളുകൾ വീണ്ടും കൊല്ലപ്പെടുന്നില്ലേ? എന്താണ് അവിടുത്തെ പ്രശ്നം? ഇസ്രായേൽ അവിടെ നിന്ന് പടിപടിയായിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടന അവിടേക്ക് വീണ്ടും എത്തുന്നു.
എന്നാൽ അവിടെയുള്ള മറ്റ് സായുധ സംഘങ്ങളുണ്ട്, ഭീകര സംഘടനകള്. ഇവര് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അധികാരം പിടിക്കാൻ രണ്ട് ഭാഗത്ത് നിന്ന് വളരെ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അതിന്റെ വീഡിയോ പോലും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അത്രത്തോളം ക്രൂരതയാണ് ഓരോ മനുഷ്യരോടും ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസൻ ജനതയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താ? കാരണം വളരെ വ്യക്തമാണ്. ഈ ഗാസൻ ജനത നെഞ്ചിലേറ്റിയത് ജിഹാദികളെയാണ്, ഭീകരരെയാണ്, ഹമാസിനെയാണ്. ഇവരെ തള്ളിക്കളയാതെ ഒരിക്കലും ഗാസൻ ജനതക്ക് സമാധാനം ഉണ്ടാവില്ല. ഇസ്രായേലില് സാധാരണക്കാരുണ്ട്, അതിൽ മുസ്ലിങ്ങളുണ്ട്. 20 ലക്ഷത്തോളം മുസ്ലിങ്ങള് ഈ പറയുന്ന ഇസ്രായേലില് സമാധാനത്തിൽ മുന്നോട്ട് പോവുക. ഇസ്രായേലിലെ സകല ജനതകളും സമാധാനത്തിൽ മുന്നോട്ട് പോവുക. എങ്ങനെയാണ് ഇസ്രായേലിൽ സമാധാനം ഉണ്ടാവുന്നതും ഗാസയിൽ ഒരിക്കലും സമാധാനം ഇല്ലാത്തതും? ഉത്തരം വളരെ ലളിത. ഇസ്രായേല് സകല ഭീകരതക്കും എതിരെയാണ് നിലപാടെടുക്കുന്നത്. സകല ഭീകരതയും ഇല്ലാതെയാക്കാൻ തന്നെയാണ് അവര് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗാസൻ ജനതയോ ഹമാസിനെ പൊക്കിപ്പിടിക്കുക, സകല ഭീകര സംഘടനയും ഹമാസ് ഒന്ന് പുറത്തേക്ക് ആഴത്തിൽ ഒളിക്കുമ്പോഴേക്ക് അവിടെ ഒരുപാട് മറ്റ് സായുധ സംഘങ്ങൾ വളർന്നു വരിക. പലസ്തീൻ ജിഹാദ്, ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഹമാസിനെ പോലെ തന്നെ വളരുന്ന മറ്റു ഭീകര സംഘടനകളാ. ഗാസയിൽ ഇപ്പൊ ഹമാസ് എന്ന ഭീകര സംഘടന മാത്രമല്ല, നിരവധി ഭീകര സംഘടനകൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇതിനൊക്കെ തന്നെ ഗാസൻ ജനത പിന്തുണയും കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് ഗാസൻ ജനതക്ക് സമാധാനം ഉണ്ടാവുക? ഈ ഗാസയിലേക്ക് വരുന്ന ഫുഡും സകല കാര്യങ്ങൾ പോലും ആരാണ് കട്ടെടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോവാണ്? ഹമാസ് എന്ന ഭീകര സംഘടനയും മറ്റു ഭീകര സംഘടനകളും മറ്റു സായുധ സംഘങ്ങളും. ഈ ഗാസൻ ജനതക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അവര് ഈ പറയുന്ന ഹമാസിനെയും നെഞ്ചിലേറ്റ് നടന്നാല് വെല്ലുവിളിക്കുക. നമ്മുടെ കേരളത്തിലെ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന സകലരെയും വെല്ലുവിളിക്കുക. ഉളുപ്പുണ്ടെങ്കിൽ, ലേശമെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഗാസൻ ജനതയുടെ മനുഷ്യത്വമാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ പുറത്താക്കാൻ ഒരൊറ്റ പ്രസംഗം നടത്തുമോ? അവിടെയുള്ള മറ്റു പലസ്തീൻ ജിഹാദ് ഉൾപ്പെടെയുള്ള മറ്റു ഭീകര സംഘടനകളെ പുറത്താക്കാൻ നിങ്ങളൊരു പ്രസംഗം നടത്തുമോ? ഒരു പ്രോഗ്രാം നടത്തുമോ? ഒരിക്കലുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബോധമുള്ള സകല മലയാളികളും, ഈ പലസ്തീൻ കൊടിയെടുക്കുന്ന സകല ആളുകളും പച്ച വർഗീയവാദികളാണ്, അവർ ജിഹാദിസത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നിരന്തരം പറയുന്നത്. നമ്മുടെ കേരളത്തിൽ പലസ്തീൻ കൊടിയെടുക്കുന്ന സകല ആളുകളും പച്ച വർഗീയവാദികളാ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സകല ബന്ദികളെയും വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 20 ബോഡി കൂടെ 20 മൃതദേഹങ്ങൾ കൂടെ ഹമാസ് വിട്ടുകൊടുക്കാനുണ്ട്. ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക ഹമാസ്. ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ രംഗത്തിറങ്ങൂല എന്നൊന്നും ആരും തന്നെ കരുതണ്ട. ഇതുമായി ബന്ധപ്പെട്ടിപ്പോ സേനയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭീകരർ ഇസ്രായേലി സേനയുടെ നേരെ വന്നു. 6 പേരെ ഇസ്രായേലി സൈന്യം ഈ കഴിഞ്ഞ 24 മണിക്കൂറില് പടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഭീകരതക്കെതിരെ ഒരു സന്ധിയും ചെയ്യില്ല. ഇസ്രായേൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം എന്താണ്? ഇസ്രായേലി സൈന്യത്തിനും ഇസ്രായേലി ഭരണാധികാരികൾക്കും ഇസ്രായേലി ജനതയുടെ സുരക്ഷ തന്നെയാണ് വലുത്. അത് ഭീകരരെ ഇല്ലാതാക്കുന്നത് വരെ ഇസ്രായേൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഗാസൻ ജനതയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയും ചെയ്യില്ല. കാരണം വളരെ വ്യക്തമാണ്, അവര് പൊക്കിപ്പിടിക്കുന്നത് ജിഹാദികളെയാണ്. ജിഹാദികളെ പുറത്താക്കാൻ അന്തസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ ഗാസയിലെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഹമാസിനെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ സകല ജിഹാദികളെ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.